Assalamualaikum. Welcome to Oskar Henna. മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൈലാഞ്ചി കോൺസ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യും എന്നുള്ള ഇതാണ് കാണിക്കാൻ പോണത്. അതിനെപ്പറ്റി കുറേ എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഇതേപോലത്തെ ബോക്സസ് ബൾക്കായിട്ട് ഇത് സെല് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ബോക്സൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ മടക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ് ആദ്യം തന്നെ കോൺസ് ഉണ്ടാക്കുന്ന വീഡിയോസും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോകളെല്ലാം പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നമ്മൾ ആദ്യം തന്നെ രാവിലെ തന്നെയാണ് ചെയ്യൽ. രാത്രി മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ കോൺസ് ഉണ്ടാക്കി വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഇതേപോലെ കോൺസ് പ്രിപ്പയർ ചെയ്യും. അതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. കോൺസ് സീൽ ചെയ്ത് പാക്ക് ചെയ്ത് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ബോക്സസിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാർഡും വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക. എല്ലാ ദിവസവും ഇങ്ങനെ ബൾക്ക് ഓർഡേഴ്സൊന്നും ഉണ്ടാവില്ല. കൂടുതലും പെരുന്നാളിൻ്റെ സമയത്തും അങ്ങനെയൊക്കെയാണ് ബൾക്ക് ഓർഡേഴ്സ് വരിക. അപ്പോൾ അത് ഉള്ള സമയത്ത് ഇതേപോലെ ഈ പാക്സ് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് അതിനകത്ത് പാക്ക് ചെയ്താണ് കൊടുക്കുക. 2 ടൈപ്പ് ബോക്സസ് അവൈലബിൾ ആണ്. അതായത് സ്മോളും മീഡിയം ടൈപ്പും ബിഗ് സൈസും. ഇതിനകത്തൊരു 8-10 കോൺസ് ടൈറ്റായിട്ട് ഇരുന്നോളും. വലിയ ബോക്സിലാണെങ്കിൽ കുറച്ചും കൂടെ കോൺസ് കൊള്ളും. അപ്പോൾ ഇങ്ങനത്തെ ബോക്സ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരണ കവറും ബോക്സൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് പാക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പാക്കിംഗ് സെക്ഷൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ഇതാണ് വലിയ ബോക്സ്. ഇതിനകത്ത് മറ്റതിലും കൂടുതൽ കോൺസ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. എണ്ണം കൂടുതൽ, അതായത് ബൾക്ക് ഇപ്പോൾ റീസെല്ലിങ്ങിനും ബൾക്ക് ഇപ്പം മാരേജ് ഫങ്ഷൻസിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വലിയ ബോക്സസിലാണ് കൊടുക്കുക. ഓർഡേഴ്സ് അധികമുള്ളൂ. അപ്പോൾ അധികം കോൺസ് ആവശ്യമുള്ളൂ ഇപ്പോൾ. പിന്നെ അതേപോലെ ഹെന്ന പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അതും നമ്മൾ ചെറുതാണെങ്കിൽ ചെറിയ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കും, വലുതാണെങ്കിൽ വലിയ ബോക്സിലാണ് കൊടുക്കുക. അപ്പോൾ ഇത് റീറ്റെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് കാശായിരിക്കും. ഒന്നിച്ച് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും. അങ്ങനെ ഈ ബോക്സ് എടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക. അതിനുശേഷം ഇത് പാക്ക് ചെയ്തിട്ട് നമ്മളിതൊരു വൈറ്റ് പേപ്പറിൽ നന്നായിട്ട് പൊതിഞ്ഞ് റാപ്പ് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ കാർഡും വെച്ചിട്ട് ഇത് സീൽ ചെയ്ത് വൈറ്റ് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് ആ വൈറ്റ് പേപ്പറിൻ്റെ പുറത്താണ് നമ്മൾ അഡ്രസ്സ് എഴുതുക. എത്തേണ്ട അഡ്രസ്സ് എഴുതിയിട്ട് കൊറിയർ ചെയ്യുകയാണ് ചെയ്യുക. കൊറിയർ ചെയ്യാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചിലത് അയക്കൽ. അതാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആളുടെ വീട്ടിലെത്തും. രണ്ടാമത്തെ ഓപ്ഷൻ പ്രൈവറ്റ് കമ്പനീസ് കൊറിയർ സർവീസുകൾ, പ്രൊഫഷണൽ കൊറിയേഴ്സ്, DTDC, എപ്പെക്സ് അങ്ങനെയുള്ള കൊറിയർ സർവീസുകൾ ആണ് കൊടുക്കുക. എൻ്റെ വീടിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള DTDC ആയതുകൊണ്ട് ഞാൻ കൂടുതൽ DTDCയിലാണ് കൊടുക്കുക. അപ്പോൾ അവർ ഇത്ര വെയിറ്റിന് ഇത്ര വോളിയത്തിന് ഒരു റേറ്റ് ചാർജ്. മിനിമം ഒരു 1 kgക്ക് 60 ആണ്. അതിൻ്റെ വോളിയം കൂടുന്നതനുസരിച്ചിട്ട് 80 to 100 വരെ പോവും ഷിപ്പിംഗ് ചാർജ്. അതും കൂടെ നമ്മൾ കസ്റ്റമറിൽ നിന്ന് അതും കൂടെ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബോക്സസ് ഇതായി കഴിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വൈറ്റ് പേപ്പറിൽ നമ്മൾ അഡ്രസ്സ് എഴുതി ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു റാപ്പർ വെച്ചിട്ട് അഡ്രസ്സിൽ ഫുൾ അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ ആഡ് ചെയ്യണം. പ്ലസ് നമ്മുടെ അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നും പറഞ്ഞിട്ട് എഴുതണം. എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിഞ്ഞ് കറക്റ്റ് അനുസരിച്ച് എഴുതിയിട്ട് അതിൻ്റെ പുറത്തൊരു റാപ്പർ വെച്ചിട്ട് ചുറ്റിയിട്ടാണ് കൊടുക്കുക. എന്താ വെച്ചാൽ വെള്ളമൊന്നും വീഴാതെ നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 to 4 ഡേയ്സിനുള്ള ഇൻ കേരള ഷിപ്പിംഗ് കിട്ടാറുണ്ട് കൂടിപ്പോയാൽ. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പിറ്റേന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ, 2 ദിവസം കൂടിപ്പോയാൽ 4 ദിവസത്തിനുള്ള കൊറിയർ കിട്ടാറുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.